റിപ്പോർട്ടിലേക്കാണ്. ഫ്രാഗ്രൻസ് വേൾഡ് 24 കേരള ക്രിക്കറ്റ് ചലഞ്ച് ദുബായിൽ പുരോഗമിക്കുന്നു. ദുബായിലെ ഡാനിബ് സ്പോർട്സ് വേൾഡിലാണ് മത്സരം. പുരുഷ ടീമുകൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നുണ്ട്. 24 കേരള ക്രിക്കറ്റ് ചലഞ്ചിന്റെ ആവേശോജ്വലമായ മത്സരം ഇപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡാനിബ് സ്പോർട്സ് വേൾഡിലാണ് ഈ ഒരു ആവേശകരമായ മത്സരം നടക്കുന്നത്. ഇന്നലെ 16 മത്സരങ്ങളാണ് രണ്ട് ഗ്രൂപ്പുകളിലായി നടന്നത്. ഇതിലിപ്പോൾ ഗ്രൂപ്പ് 1-ലും ഗ്രൂപ്പ് 2-ലും പാലക്കാട് മലപ്പുറവുമാണ് ലീഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 20 മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. ഈ 20 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ ഗ്രൂപ്പ് നില മാറി മറിയും എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. രാത്രി വൈകിയും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെയും ലീഗ് മത്സരങ്ങളുണ്ട്. അതിനുശേഷം ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, അതോടൊപ്പം തന്നെ ആര് കപ്പ് ഉയർത്തുമെന്ന് അറിയാനായി ആവേശത്തോട് കാത്തിരിക്കുന്ന ഫൈനൽ മത്സരവും നാളെ നടക്കും. എന്തായാലും UAE-ലെ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാനിബ് സ്പോർട്സ് വേൾഡിൽ എന്ന് തന്നെ പ്രത്യേകം പറയേണ്ടി വരും. മത്സരങ്ങളെല്ലാം നല്ല ആവേശകരമായ മത്സരങ്ങൾ തന്നെയായിരുന്നു. ഗ്രൂപ്പ് 1-ൽ പാലക്കാടും ഗ്രൂപ്പ് 2-ൽ മലപ്പുറമാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. നാളെ വീണ്ടും മാറി മറിയാം. എല്ലാ ടീമുകളും ഒപ്പത്തിനൊപ്പം വീറും വാശിയോടുകൂടി നിൽക്കുന്നുണ്ട്. നാളത്തെ എന്തായാലും ടേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം 6 മത്സരങ്ങൾ ഓരോ ടീമിനും കിട്ടുന്നുണ്ട്. അതോടൊപ്പം നാളെ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പുറമെ ആവേശോജ്വലമായ മറ്റ് പല കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ആഭ്യന്തര കുറ്റവാളിയുടെ ക്രൂ അംഗങ്ങൾ നാളെ ഈ ഒരു വേദിയിൽ ഇവിടെയുള്ള ആരാധകരെ കാണുവാനായി എത്തുന്നു. ആസിഫ് അലി ഉൾപ്പെടെയുള്ള താരനിര തന്നെ നാളെ ഇവിടെ എത്തും. അതിനായി എല്ലാം തന്നെ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ക്രിക്കറ്റ് ആരാധകർ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാൻ, 24.